നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ചിക്കൻ കാന്താരിയാണ്. 400 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 15 ചെറിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. 20 ചെറിയ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഇഞ്ചിയുടെ പീസ്, 25 കാന്താരി, അല്പം കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഒരു പിടി മല്ലിയില നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി. കാന്താരി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുന്നേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചേരുവകളുടെ വെള്ളം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മസാലയുടെ വെള്ളമെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എന്തായി എന്ന് നമുക്ക് നോക്കാം. ചിക്കൻ്റെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി വേവേണ്ടതുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.